ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. അപ്പൊ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം അല്ലെ 2024 ഗ്രൂപ്പ് ഡി എക്സാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് ഫെബ്രുവരി 2-ന് ഗ്രൂപ്പ് ഡി എക്സാം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ന് വരെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ, 10 വരെ, ഫെബ്രുവരി 2 മുതൽ 10 വരെയാണ് നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത്. അപ്പൊ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഗ്രൂപ്പ് ഡി എക്സാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ടാവും ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, തൊട്ട് മുന്നേയുള്ള എക്സാം പോലെ തന്നെയാണോ, അഥവാ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എക്സാമിന്, ഏതെങ്കിലുമൊക്കെ ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ്, മാത്സ് എങ്ങനെയാണ്, റീസണിങ് എങ്ങനെയാണ്, സയൻസ് എങ്ങനെയാണ്, അങ്ങനെ കുറേ ഡൗട്ടുകൾ ഒരുപാട് പേർക്ക് ഉണ്ടാകും. അപ്പൊ കുറച്ചെങ്കിലും നമുക്ക് ആ ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 2-ന് ഗ്രൂപ്പ് ഡി എക്സാം റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം എക്സാം എഴുതിയ ഒരുപാട് പേരുണ്ടാകും അല്ലേ. അപ്പൊ അവർക്കൊക്കെ ഏകദേശം മനസ്സിലായി കാണും എന്താണ് ഇപ്പോൾ വന്ന എക്സാമിന് തൊട്ട് മുന്നേ നടന്നതിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, മെയിനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കറണ്ട് അഫയേഴ്സ് സെഷൻ അല്ലെ. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, GK-യിൽ നിന്നും അധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിരുന്നില്ലേ. ഇപ്പോഴും ആ ഒരു കാര്യത്തിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ത് തന്നെയാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. 15, 17, 18 ആ റേഞ്ചിന് ക്വസ്റ്റ്യൻ, അതായത് 12 മുതൽ 18 ക്വസ്റ്റ്യൻസ് വരെയും കറണ്ട് അഫയേഴ്സ് സെഷനിൽ നിന്നായിരുന്നു. സോ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഒട്ടും തന്നെ നമ്മൾ വീണ്ടും എക്സാം റീസ്റ്റാർട്ട് ചെയ്തിട്ടും കുറഞ്ഞിട്ടില്ല. സോ കറണ്ട് അഫയേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചില ക്വസ്റ്റ്യൻസ് എങ്കിലും കറണ്ട് അഫയേഴ്സ് കുറച്ച് ഡീപ്പ്, അതുപോലെ ലെങ്തി ബേസിസിൽ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ കറണ്ട് അഫയേഴ്സിൽ തന്നെ ഏറ്റവും വന്നിട്ടുള്ളത് ഈ 2025 ഇവന്റുകളാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2025 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. 2024 വരുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ഒരു 2025, അതായത് ഒരു 6 മുതൽ 8 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒരു 12 to 17 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ GK അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപ്പുറം കടക്കാനായിട്ട് പറ്റും. കറണ്ട് അഫയേഴ്സിൽ നിന്ന് കൂടുതലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ 2025 ഇവന്റ്സ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി IPL, അതുപോലെ തന്നെ സ്പോർട്സിൽ ഏഷ്യൻ ഗെയിംസ്, IPL നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഏഷ്യൻ ഗെയിംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവാർഡ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവാർഡ്സിൽ നിന്ന് ഫിലിം ഫെയർ അവാർഡ്സിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡ്സ്, IFA, അതിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാഷണൽ ഫിലിം അവാർഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ ഇന്ത്യൻ ഫിലിം അവാർഡ്സ് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻ ഡീപ്പായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. അതായത് എന്തെങ്കിലും ഒരു പുതിയൊരു ഇവന്റോ കാര്യങ്ങളോ വരുമ്പോൾ അതിന് എത്ര രൂപ സ്പെൻഡ് ചെയ്തു, എമൗണ്ട് ഓഫ് മണി സ്പെൻഡ്, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ പഠിക്കുമ്പോൾ നിങ്ങൾ ഇനിയും റിവിഷൻ നോക്കുമ്പോൾ ആ എത്ര രൂപ ചെലവാക്കി എന്നുള്ളത് അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ, മണി സ്പെൻഡ് അത് നോക്കി വെക്കുക നന്നായിട്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം വന്നിട്ടുള്ള സ്കീമുകളുടെ ലോഞ്ചിങ് ഇയറുകൾ ചോദിച്ചിട്ടുണ്ട്. ചില സ്കീമുകൾ ഇപ്പോൾ വന്നിട്ടുള്ളതാണെങ്കിൽ കൂടിയും തൊട്ട് മുന്നേ ഉള്ള വർഷങ്ങളിൽ അതിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇയറും അതായത് സ്റ്റാറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്കീമുകളാണെങ്കിൽ അതിൻ്റെ ലോഞ്ചിങ് ഇയർ ഒക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കുക. മണി ഓരോ പുതിയ വരുന്ന കാര്യങ്ങളുടെയും എത്ര രൂപ ചെലവാക്കി എന്നുള്ളത് നോക്കുക. എസ്പെഷ്യലി പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റുകൾ, മോദി വിസിറ്റ് ഒക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എഗ്രിമെന്റുകൾ, UN ഇവന്റ്സ് നോക്കുക, മോദി വിസിറ്റ് നോക്കുക. ദെൻ ബാങ്കിങ് ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പോയിന്റുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതുകൂടി നോക്കി വെക്കുക. ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നും ചോദ്യങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നാഷണൽ ഗെയിംസ് അല്ലെ, ഏഷ്യൻ ഗെയിംസ്, IPL അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഇവന്റ്സ് അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ 2024 നിന്ന് ഒരുപാട് നിങ്ങൾ നോക്കേണ്ട, 25 തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതിയാകും. മിലിറ്ററി എക്സസൈസുകൾ, സ്പെസിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇൻഡെക്സിൽ നിന്നും വലിയ രീതിയിൽ ചോദ്യങ്ങൾ കണ്ടില്ല. സോ അത് അത്ര ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി നമുക്ക് ഈ ഇൻഡെക്സ്
സെക്ഷൻ പെടുത്തേണ്ട കാര്യമില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് പറയുകയാണെങ്കിൽ, അടുത്തത് പറയുകയാണെങ്കിൽ യെസ്, അപ്പൊ അടുത്തത് നമ്മൾ റീസണിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ, റീസണിങ് സെഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, റീസണിങ് കമ്പാരിറ്റീവ്ലി കുറച്ച് പേരെങ്കിലും മാത്സിനേക്കാളും കുറച്ച് ഡിഫിക്കൽട്ടി റീസണിങ്ങിന് കൂടിയിട്ടുണ്ടായിരുന്നോ എന്നൊരു സംശയം പറയുന്നുണ്ട്. കുറച്ച് സ്റ്റുഡൻസ് എങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഫെബ്രുവരി 2-നും 3-നും എക്സാം അറ്റൻഡ് ചെയ്തവരുടെ ഒരു റിവ്യൂ നോക്കുമ്പോൾ അങ്ങ് ഹൈ ഡിഫിക്കൽട്ട് ലെവൽ അല്ല, ഒരു ഈസി, മോഡറേറ്റ് ടു ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എങ്കിലും മാത്സിനേക്കാളും കുറച്ചും കൂടെ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് മാത്സിനേക്കാളും കുറച്ച് ടഫ് റീസണിങ്ങിന്. അപ്പൊ ടഫ് അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ട്രിക്കി ബേസിൽ റീസണിങ്ങിൽ, എസ്പെഷ്യലി ഈ സിറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ലെങ്തി ബേസിസിൽ, ടഫ് എന്നല്ല ബട്ട് കുറച്ച് ലെങ്തി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു റീസണിങ്ങിന്റെ പ്രോബ്ലംസ്. ഓവറോൾ ഒരു ടൈം കൺസ്യൂമിങ് ടൈപ്പ് ആയിരുന്നു. റീസണിങ് കൂടുതൽ നോക്കുകയാണെങ്കിൽ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിഫിക്കൽട്ട് അല്ല, സമയം കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സ്മാർട്ട് വർക്കിൽ അത് ആ ഒരു സമയം കുറച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ ക്രൂഷ്യൽ ആവുന്നുണ്ട്. അപ്പോൾ ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. മാത്സ് അല്ലെങ്കിൽ റീസണിങ്ങിന് ഒരുപാട് സമയം എടുക്കുന്നത്. അപ്പോൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്തെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ബാക്കി ഓവറോൾ റീസണിങ് വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ മാത്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഈസി ലെവൽ ആയിരുന്നു. ഒരു മോസ്റ്റ് ഒരു 90% ചോദ്യങ്ങളും ഈസി ലെവലാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ടഫ് എന്ന് പറയാനായിട്ട് മാത്സിന്റെ കേസിൽ. പിന്നെ പ്രോബ്ലമാറ്റിക് ആയിരുന്നു, ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ, പ്രോബ്ലമാറ്റിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരം ചോദിക്കുന്നത് പോലെ തന്നെ ട്രെയിൻ, ആവറേജ് ടോപ്പിക്കിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് മാത്രം 5 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 101% ഇതിൽ നിന്നും ചോദ്യങ്ങൾ, 4-ലധികം ചോദ്യങ്ങൾ, 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഉണ്ടാകും. സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. ഡിസ്കൗണ്ട് കുറച്ചും കൂടെ കോംപ്ലെക്സ് ബേസ്ഡ് ഡിസ്കൗണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ഡിഫറൻസ് ബേസ് ചെയ്തിട്ടുള്ള 2 വർഷം 3 വർഷത്തിന്റെയും ഡിഫറൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദെൻ ആവറേജ്, ട്രെയിൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട് ഉണ്ട്, പേഴ്സൻറ്റേജ് എന്നുള്ള ഇതുണ്ട്. അതുപോലെ ഈ സക്സസീവ് പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സ്പീഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ കൂടുതലും ചോദിച്ചിട്ട് കണ്ടത് ആവറേജ് സ്പീഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഈ ടോപ്പിക്കുകളൊക്കെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാത്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സയൻസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ എക്സാംസ് നടന്ന സമയത്ത് കെമിസ്ട്രി വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, കെമിസ്ട്രി നോക്കണ്ട എന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കെമിസ്ട്രിയിൽ നിന്നും അത്യാവശ്യം ചോദ്യങ്ങൾ, അതുപോലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ബയോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസ് വരെ ബയോളജി സെഷനിൽ നിന്നും ഉണ്ട്. കെമിസ്ട്രിയും ഫിസിക്സും പ്രോബ്ലം ടൈപ്പ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ ട്രിഗ്നോമെട്രി, മാത്സിൽ ഒരു ട്രിഗ്നോമെട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ട്രിഗ്നോമെട്രി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് മാത്സും റീസണിങ്ങും. പിന്നെ കുറച്ച് സമയം കൺസ്യൂം ചെയ്യും. അത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നവർ ഒന്ന് സ്പീഡപ്പായിട്ട് ചെയ്ത് തന്നെ പോവുക. 10 വരെ എക്സാം ഉണ്ട്. അപ്പോൾ 10-ാം തീയതി എക്സാം ഉള്ളവർ നന്നായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മാത്സ്, റീസണിങ് ഒക്കെ സയൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് മറക്കണ്ട. അപ്പുറം പോകണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് മസ്റ്റ് തന്നെയാണ്. 2025 ഇവന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ കറണ്ട് അഫയേഴ്സ് നോക്കി പോവുക. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ആണ്. പൊളിറ്റി അതിൽ നിന്നും പൊളിറ്റി, ജോഗ്രഫിയിൽ നിന്നും വലിയ രീതിയിൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കറണ്ട് അഫയേഴ്സിൽ പക്ഷെ ബാങ്കിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ ജസ്റ്റ് 1 വേർഡ് ടൈപ്പ്, അങ്ങനെ ഷോർട്ട് ലൈൻ ആയിട്ട് നോക്കി പോവാതെ ഡീപ്പായിട്ട് തന്നെ ഒന്ന് നിങ്ങൾ നോക്കി പോവുക. സോ എന്തായാലും ഓവറോൾ ഒരു ഈസി ടു ഒരു മോഡറേറ്റ് ലെവലിലോട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ച് തന്നെ നിങ്ങളുടെ എക്സാമിന് പോവുക. നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ. നന്നായിട്ട് ടൈം മാനേജ്മെന്റ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ട് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് സമയം മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇനി
അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത എക്സാംസിനുള്ള പ്രിപ്പറേഷൻ ആണല്ലേ. അപ്പൊ അടുത്ത ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിന്റെ പ്രിപ്പറേഷനും ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളും അതിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് അല്ലേ, കുറച്ച് കൂടുതൽ ഔട്ട് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഡി എക്സാം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും ഇതിന്റെ കൂടെ തന്നെ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. അടുത്ത ഗ്രൂപ്പ് ഡി വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് RRB ഗ്രൂപ്പ് ഡി AZB അക്കാഡമിയുടെ RRB ഗ്രൂപ്പ് ഡി ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. സോ നിങ്ങളും നിങ്ങളുടെ സീറ്റ് ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷിൽ ക്ലാസ് വേണ്ടവർക്ക് ഇംഗ്ലീഷിലും, മലയാളത്തിൽ ക്ലാസ് വേണ്ടവർക്ക് മലയാളത്തിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. സോ എല്ലാവർക്കും നിങ്ങളുടെ എക്സാംസ് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.